നമസ്കാരം. ഷെക്കേന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ഒരു കഥ പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ്. അറവുശാലയിലേക്ക് അറക്കുവാൻ കൊണ്ടുവന്ന ആട് അറവുകാരൻ്റെ നായോട് ചോദിച്ചു, നിനക്ക് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ കാണുമ്പോൾ പ്രതിഷേധം തോന്നാറില്ലേ? അല്പസമയത്തെ മൗനത്തിന് ശേഷം ആ നായ മറുപടി പറഞ്ഞു, ആദ്യമൊക്കെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഉച്ചത്തിൽ കുരച്ച് ഞാൻ എൻ്റെ പ്രതിഷേധം അറിയിക്കാറുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എൻ്റെ യജമാനൻ എനിക്ക് നേരെ എച്ചിൽ കഷ്ണങ്ങൾ വലിച്ചു നീട്ടിയപ്പോൾ എൻ്റെ പ്രതിഷേധം അടങ്ങി. ഇപ്പോൾ ഞാൻ മൗനമായിരിക്കുന്നു. വാലാട്ടൻ മാത്രമേ എനിക്കറിയത്തുള്ളൂ. നാർക്കോട്ടിക് ജിഹാദ് പരാമർശവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ കാണുമ്പോൾ ഒരു സാധാരണക്കാരൻ്റെ മനസ്സിലേക്ക് ഈ ഒരു കഥ ഓടിയെത്തിയാൽ അവരെ കുറ്റം പറയാൻ സാധിക്കുകയില്ല. നല്ല ഉദ്ദേശത്തോടെ കേരള സമൂഹത്തിൻ്റെ നന്മയെ കരുതി മാർ ജോസഫ് കല്ലറങ്ങാട്ട് നടത്തിയ പ്രസ്താവനയെ വർഗീയതയുടെ നിറം ചേർത്ത് വഴിതിരിച്ചുവിടുവാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങളിലെ ചർച്ചകളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവരുടെ ലക്ഷ്യമെന്താണ്? നാർക്കോട്ടിക് ജിഹാദിൻ്റെ പിന്നാമ്പുറങ്ങളെക്കുറിച്ച് പൊതുസമൂഹം അറിയരുത് എന്ന് ശാഠ്യം പിടിക്കുന്നവരാണോ ഇവരുടെ പിന്നിൽ? ഷെക്കേന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുകയാണ്. നാർക്കോട്ടിക് ജിഹാദ് പരാമർശം സമൂഹത്തിൽ ഇത്രത്തോളം കലുഷിതമാക്കിയത് ആരാണ്? അവരുടെ ലക്ഷ്യമെന്താണ്? ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീ ജോർജ് കുര്യൻ, ദീപിക ഫ്രണ്ട്സ് ക്ലബ് സംസ്ഥാന ഡയറക്ടർ ഫാദർ റോയ് കണ്ണഞ്ചിറ CMI, CBSE ലേറ്റി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷെവലിയാർ VC സെബാസ്റ്റ്യൻ. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ, നമുക്കറിയാം കഴിഞ്ഞ ദിവസം താങ്കൾ കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന നേതാവാണ്. താങ്കളാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് പിതാവിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്തയക്കുന്നത്. അതൊരു നിസ്സാര കാര്യമല്ല. കേരളത്തിലെ ഒരു ക്രൈസ്തവ സമൂഹത്തിൻ്റെ നേതാവിന് സുരക്ഷാ ഭീഷണിയുണ്ട് എന്നുള്ളൊരു അറിയിപ്പാണ് അങ്ങ് ആഭ്യന്തരമന്ത്രിക്ക് നൽകിയത്. ഈ നാർക്കോട്ടിക് ജിഹാദ് പരാമർശവുമായി ബന്ധപ്പെട്ട് മാർ ജോസഫ് കല്ലറങ്ങാട്ട് നടത്തിയ പ്രസ്താവനയെ വഴിതിരിച്ചുവിട്ട ചർച്ചകൾക്കും പിതാവിൻ്റെ ഈ സുരക്ഷാ ഭീഷണിക്ക് പിന്നിൽ ഒരു കാരണമില്ലേ ശ്രീ ജോർജ് കുര്യൻ? ഈ സംഭവം ഉണ്ടായപ്പോഴ് സാധാരണ രീതിയിൽ ഭരണാധികാരികളും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാക്കന്മാരും അവർ പ്രതികരിക്കുന്നതിന് ഒരു രീതിയുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളത് അതിൻ്റെ അകത്തെല്ലാം ഒരു സോഷ്യൽ എൻജിനീയറിംഗ് ഉണ്ടാവും. അപ്പോൾ ഭരണാധികാരി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ആവർത്തിക്കുകയല്ല പ്രതിപക്ഷം ചെയ്യുന്നത്. അതായത് സമൂഹത്തിൽ ഒരു വിദ്വേഷം ഉണ്ടാകാത്ത രീതിയിൽ, ആരെയും പഴിക്കാതെ, എന്നാൽ ആരെയും പ്രത്യേകിച്ച് ഒരു പ്രത്യേക രീതിയിൽ പരിഗണിക്കാതെ, ഒന്നിൽ എക്സിക്യൂട്ടീവ് അതായത് ഭരണകൂടം അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിഷൻ ചെയ്യേണ്ടതാണ്. ഇവിടെ രണ്ടു കൂട്ടരും പിതാവിനോട് വളരെ ഒരു ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് സംസാരിച്ചത്. ഒരുപക്ഷെ പക്വത ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു ഔദ്ധത്യം കൊണ്ടായിരിക്കാം. അത് വളരെ മോശമായിട്ടുള്ള ഒരു സന്ദേശം സമൂഹത്തിൽ കൊടുത്തു. അതുകൊണ്ടാണ് ചില ആൾക്കാർ ഇതുവരെയും ഉണ്ടാകാത്ത രീതിയിൽ, കേരളത്തിന്റെ ചരിത്രത്തിൽ കേൾക്കാത്ത രീതിയിൽ പാലായിൽ പ്രകടനം നടത്തുകയും മോശമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് കണ്ട അവസരത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവര് അവരുടെ ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല എന്ന് മനസ്സിലാക്കിയ അവസരത്തിലാണ് തീർച്ചയായിട്ടും പിതാവിന് സംരക്ഷണം കൊടുക്കണം, അതിനുവേണ്ടി ഉള്ള ഒരു നടപടി ഇവിടെ ഉണ്ടാവില്ല എന്ന് മനസ്സിലായപ്പോഴാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കത്തെഴുതിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നടപടി ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ നിന്നുള്ള ഒരു കണ്ണുണ്ടാവണം, അവിടെ നിന്ന് ഒരു വീക്ഷണം ഉണ്ടാകണം, അല്ലെങ്കിൽ ഒരു നിയന്ത്രണം ഉണ്ടാകണം. ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു നടപടി, അതാണ് അതിൻ്റെ അകത്തുനിന്ന് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ നടപടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ ജോർജ് കുര്യൻ, ഈ പിതാവിൻ്റെ ഈ പ്രസ്താവനയ്ക്ക് ഈ മുഖ്യധാര മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ പലപ്പോഴും ഒരു വർഗീയതയുടെ ഒരു നിറം ചേർക്കുന്നുണ്ട്. ആ ഒരു ചർച്ച ആ തരത്തിൽ വഴി തിരിക്കപ്പെട്ടത് പിതാവിന് നേരെ ഉയർന്ന ഈ സുരക്ഷാ ഭീഷണിക്ക് അതും ഒരു കാരണമായിട്ടില്ലേ ശ്രീ ജോർജ് കുര്യൻ? തീർച്ചയായിട്ടും. അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ പഠിച്ചു വന്നത് സ്വദേശാഭിമാനിയെ പറ്റിയൊക്കെയാണ്.
പക്ഷേ മാധ്യമരംഗത്ത് ഒരു നവലിബറൽ എന്നൊക്കെ പറയാവുന്ന ഒരു മാറ്റം 70-കളിൽ ഉണ്ടായിരുന്നു. ആ ഒരു അടിച്ചമർത്തലിന്റെ കൂടെ നിൽക്കുക, മുട്ടുകുത്താൻ പറഞ്ഞാൽ ഇഴയുക എന്നൊക്കെ പറയുന്നത്. അതിനുശേഷം ഇപ്പോഴുള്ളത് ഇവരുടെ കഴുത്തറപ്പൻ മത്സരമാണ്. ആ മത്സരത്തില് സാധാരണ അതിന് ഒരു പത്രം എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയപ്പോൾ അതിൻ്റെ അകത്തൊരു പത്രത്തിന്റെ മുതലാളി പറയുന്നുണ്ട്, ആർക്കെന്ത് സംഭവിച്ചാലും വേണ്ടില്ല, 4 രൂപ നമുക്കുണ്ടാക്കണം. അതാണ് ഇപ്പോഴത്തെ തിയറി. ഇപ്പൊ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, നമ്മുടെ സർക്കുലേഷൻ കുറയരുത്, നമ്മുടെ റേറ്റിംഗ് കുറയരുത്. അതിനപ്പുറത്തേക്ക് ഒരു കാര്യമുണ്ട്, പരസ്യം കുറയരുത്. പലപ്പോഴും പത്രപ്രവർത്തകർ പറയാറുണ്ട്, ഇപ്പൊ പത്രപ്രവർത്തകരോടാണ് പറയുന്നത്, പരസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ശമ്പളം കിട്ടില്ല, വരുമാനം കുറഞ്ഞു കഴിഞ്ഞാൽ ശമ്പളം കിട്ടില്ല. അപ്പൊ പത്രപ്രവർത്തനത്തിന്റെ ധർമ്മത്തിന് അപ്പുറത്തേക്ക് ഇതൊരു വ്യവസായമായിട്ട് മാറിയിരിക്കുന്നു, പണം ഉണ്ടാക്കാനുള്ള ഒരു ഉപാധിയായിട്ട് മാറിയിരിക്കുന്നു. ഇപ്പൊ കേരളത്തിൽ പൊതുവെ കണ്ടുവരുന്നത്, എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ, അത് രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഇവിടെ തുറന്നു പറയുന്നില്ല. ചില ചാനലുകൾ ഒരു സംഭവത്തിൽ അവര് പ്രതികരിച്ചു കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിലുള്ള അവരുടെ പരസ്യം നിൽക്കും. പലപ്പോഴും ഗൾഫ് രാജ്യങ്ങളിലായിരിക്കും അവരുടെ പരസ്യം കൂടുതലായിരുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ ബിസിനസ് നടത്തുന്ന മലയാളികൾ അവരുടെ പരസ്യം നിൽക്കും. മാത്രമല്ല, സംഘടിതമായിട്ടുള്ള ചില ആൾക്കാർ, തീവ്രവാദികൾ, അവരുടെ റേറ്റിംഗ് കുറയ്ക്കും. ഇത് രണ്ടും അവരെ വളരെയധികം ഭയപ്പെടുത്തുന്നു. പണ്ട് പത്രപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ജനങ്ങൾക്കറിയാനുള്ള അവകാശത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഭാഗമായിരുന്നു. ഫോർത്ത് എസ്റ്റേറ്റ് ആയിരുന്നു, രാഷ്ട്രത്തെ നയിക്കുന്നവരായിരുന്നു, ദിശാബോധം കൊടുക്കുന്നവരായിരുന്നു, ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്നവരായിരുന്നു, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നവരായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. മാത്രമല്ല, നമുക്കറിയാം, വലിയ മാധ്യമങ്ങളെല്ലാം തന്നെ, ഞാൻ ചർച്ചകളിൽ ചോദിക്കാറുണ്ട്, ഞാൻ പറയാറുണ്ട്, അപ്പുറത്തിരിക്കുന്ന ആ ഡയറക്ടറും അതുപോലെ തന്നെ പ്രൊഡ്യൂസറും അതിനപ്പുറത്തിരിക്കുന്ന മുതലാളിയും ഈ ചർച്ചയിൽ ഇടപെടരുത് എന്ന് പറയാറുണ്ട്. ഇവരുടെ മുമ്പിലെ മോണിറ്ററിലേക്ക് പലതും എഴുതി കാണിക്കുന്നു, ഇവരുടെ ചെവിയിലെ ഹെഡ്സെറ്റിലേക്ക് പലതും പറഞ്ഞു കൊടുക്കുന്നു. അപ്പോഴാണ് ഇവർക്ക് വലിയ മാറ്റം ഉണ്ടാകുന്ന കാണാൻ സാധിക്കും. അവർ പെട്ടെന്ന് മാറുകയാണ്. ഈ ചർച്ചകളിൽ ഞാൻ കണ്ടു, എപ്പോഴും ആക്ഷേപിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. എന്ത് വിശദീകരണം കൊടുത്താലും അതിൻ്റെ അകത്ത് ആക്ഷേപിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അത് തീർച്ചയായിട്ടും പത്രപ്രവർത്തനം അല്ലത്, ഒരു ബിസിനസിന്റെ ഭാഗമാണ്. അതിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നതാണ്. അത് വിട്ടിട്ട് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് പുറത്തു വരാനുള്ള ചങ്കൂറ്റമില്ല. കാരണം നടത്തുന്നവരെല്ലാം ബിസിനസ്സുകാരാണ്. വ്യക്തമാണ്. ശ്രീ ജോർജ്, ഒരു കാര്യം കൂടി, ഈ സാമ്പത്തിക നേട്ടം മുന്നിൽ കണ്ടുള്ള ഒരു പ്രവർത്തനം കൊണ്ട് മാത്രമാണോ ചില തീവ്ര സ്വഭാവമുള്ള വ്യക്തികളെക്കുറിച്ച് അല്ലെങ്കിൽ തീവ്ര സംഘടനകളെക്കുറിച്ചുള്ള വ്യക്തമായ അടിസ്ഥാനത്തിലുള്ള വാർത്തകൾ പലപ്പോഴും ഇവർ തമസ്കരിക്കുന്നത് അല്ലെങ്കിൽ ചാനലുകളിൽ ചർച്ചയാക്കാതെ പോകുന്നത്? ശ്രീ ജോർജ് കുര്യൻ. അല്ല, ചില ചാനലുകൾ, അതായത് നമ്മൾ മുഖ്യധാര ചാനലുകൾ എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ ആയിരിക്കില്ല, മതസംഘടനയുടെ ആയിരിക്കില്ല, അല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ചില ചാനലുകളുണ്ടല്ലോ, അവർക്ക് ചില അനുഭവങ്ങളുണ്ട്. നമുക്കറിയാം, ഒരിക്കലൊരു ചാനലിലെ ഒരു അവതാരകൻ ചില കാര്യങ്ങൾ പറഞ്ഞ അവസരത്തില്, തീവ്രവാദത്തിനെതിരെ പറഞ്ഞ അവസരത്തില് അയാൾക്ക് ഭീഷണി ഉണ്ടായി. മാത്രമല്ല, അന്നത്തെ സർക്കാർ അയാൾക്കെതിരെ കേസും എടുത്തു. അതേ സമയത്ത് ക്രിസ്ത്യൻ സമൂഹത്തെ പറ്റി എന്തും പറയാം, നമുക്കറിയത്തില്ല. സിനിമയിലെ കാര്യം, സിനിമയിൽ ആക്ഷേപിക്കപ്പെടാനുള്ള, പണ്ട് ഞാൻ കേട്ടിട്ടുണ്ടോ, ഈ ഹിന്ദി സിനിമയിൽ വില്ലനായിട്ട് വരുന്നത് ക്രിസ്ത്യൻ കഥാപാത്രമായിരുന്നു. കാരണം അവിടുത്തെ പ്രേക്ഷകരില് ഒരു വളരെ ന്യൂനപക്ഷമാണ് ക്രിസ്ത്യൻസ്. സിഖുകാരെ വെച്ച് കഴിഞ്ഞാൽ അവർ പ്രശ്നം ഉണ്ടാക്കും, ഏതെങ്കിലും ജാതി കൂട്ടിയുള്ളതാണ് അവർ വിഷയം ഉണ്ടാക്കും. അതുകൊണ്ട് ഏതാണ്ട് അവിടെയൊക്കെ 2.5 ഒക്കെയുള്ള, അപ്പൊ 0.25 ഒക്കെയുള്ള ഒരു മതത്തിനായിരുന്നു അതിപ്പോ മാറി വില്ലനാക്കുന്നത്. ഇപ്പൊ ഹാസ്യ കഥാപാത്രമാക്കുന്ന, ആക്ഷേപിക്കുന്ന, സ്വഭാവ ദൂഷ്യമുള്ള
ആളൊക്കെ ആയിട്ട് ചിത്രീകരിക്കുന്നത് ക്രിസ്ത്യൻ സമൂഹത്തെയാണ്. വേറൊരു സമൂഹത്തെ പറ്റിയും അങ്ങനെ കഥാപാത്രത്തെ വെച്ചു കഴിഞ്ഞാൽ തിയേറ്ററുകൾ കത്തും. മാത്രമല്ല ഡയറക്ടർമാർക്കും പ്രൊഡ്യൂസർമാർക്കും നടന്മാർക്കും തെരുവിലിറങ്ങാൻ വയ്യാത്ത അവസ്ഥ വരും. അത് ആദ്യം സിനിമയിലാണ് കണ്ടതെങ്കിൽ ഇപ്പൊ മാധ്യമ ചർച്ചയിലാണത്. എന്തു ആക്ഷേപിക്കാം, എന്തു ആക്ഷേപിക്കുകയും അതിൻ്റെ നേതാക്കന്മാരെ ആക്ഷേപിക്കുകയും ആ പുരോഹിതന്മാരെ ആക്ഷേപിക്കുക, പിതാക്കന്മാരെ ആക്ഷേപിക്കുക എന്നുള്ള രീതിയിലുള്ള ആ ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ബാക്കിയുള്ളവര് അതിൽ നിന്ന് ആഹ്ലാദിക്കുന്നു എന്നൊക്കെയാണ് അവർ കരുതുന്നത്. മാത്രമല്ല സംഘടിതമായിട്ടുള്ള തീവ്രവാദം, ആഗോള തീവ്രവാദം, ആഗോള തീവ്രവാദത്തിന്റെ ആ ആശയത്തെ എതിർക്കാൻ ഇവർ ഭയപ്പെടുന്നു. ആ ആഗോള തീവ്രവാദത്തെ അനുകൂലിക്കുന്നതാണ് മതേതരത്വം എന്നാണ് അവർ ധരിച്ചു വച്ചിരിക്കുന്നത്. മാത്രമല്ല ഇതിനെയെല്ലാം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മോഡ്യൂൾസ് ഉണ്ട്, തീവ്രവാദികളുടെ മോഡ്യൂൾസ് ഉണ്ട്. അതുപോലെ തന്നെ തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ രണ്ട് തീവ്രവാദികൾ ഒരുമിച്ചായി ഈ കാര്യത്തില്. ഒന്ന് ഇസ്ലാമിക് തീവ്രവാദികളും മാവോയിസ്റ്റ് തീവ്രവാദികളും ഈ കാര്യത്തിൽ ഒരുമിച്ചാണ്. അതിൽ ഒരു കൂട്ടര് ബുദ്ധിജീവികളായിട്ട് വരുന്നു, ഒരു കൂട്ടര് വലിയ ദൈവശാസ്ത്രജ്ഞരോ അല്ലെങ്കിൽ മതവിശ്വാസികളായിട്ട് വരുന്നു. ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ വക്താക്കളായിട്ട് വരുന്നു. സ്വർഗത്തിന്റെ വക്താക്കളായിട്ട് വരുന്നവരെയും ഈ മാധ്യമങ്ങള് സഹായിക്കുകയാണ്. അവർക്ക് പണം വേണം, അതുപോലെ തന്നെ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാകും. തീവ്രവാദികളോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാകും. സ്വതന്ത്രമായിട്ട് നിന്നാൽ അവർക്ക് അതിൻ്റെ ഗുണമുണ്ടാവില്ല, റേറ്റിംഗ് ഉണ്ടാവില്ല, പണം കിട്ടില്ല. നമുക്കറിയാമല്ലോ ഈ കാലഘട്ടത്തിൽ നടന്ന പല അഴിമതി കേസുകളിലും പത്രപ്രവർത്തകരുടെ പേരൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ തിരിച്ചു വരാം അടുത്ത ഘട്ടത്തിൽ തിരിച്ചു വരാം. ശ്രീ ജോർജ് കുര്യൻ. ഫാദർ റോയ് കണ്ണഞ്ചിറ CMA, നമുക്കറിയാം കേരളത്തിലെ പല മുഖ്യധാര മാധ്യമങ്ങളുടെ ഒരു പൂർവ്വ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ക്രൈസ്തവ സഭകളെ നിരന്തരം അവഹേളിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പല ആനുകാലിക സംഭവങ്ങളുടെ വെളിച്ചത്തിലും ഈശോ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഈ കല്ലറങ്ങാട്ട് പിതാവിൻ്റെ നേരത്തെ പ്രോ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസ്താവനയുമായിട്ടുള്ള കാര്യങ്ങൾ, ഏറ്റവും ഒടുവിൽ ഈ നാർക്കോ ജിഹാദുമായിട്ടുള്ള കാര്യങ്ങൾ, ഈ വിഷയങ്ങളിലൊക്കെ ചാനൽ ചർച്ചകൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിയുടെ മനസ്സിൽ ഉയർന്നു വരുന്ന ഒരു സംശയം, ക്രൈസ്തവ സമൂഹത്തെ അല്ലെങ്കിൽ കത്തോലിക്ക സഭയെ അധിക്ഷേപിക്കുക എന്നത് പല മുഖ്യധാര മാധ്യമങ്ങളുടെയും ഒരു വിധിക്കപ്പെട്ട ഒരു തൊഴിലായി തീർന്നോ എന്നുള്ളൊരു സംശയം പോലും സ്വാഭാവികമായിട്ടും ഉയർന്നു വരാം. മാത്രമല്ല ഇത്തരം ചർച്ചകളിൽ പലപ്പോഴും ആ ചർച്ചകളെ വഴിതെറ്റിക്കുന്നു. ഏത് ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ട് എന്ത് വിഷയമുണ്ടായാലും റോബിൻ്റെ കാര്യമെടുക്കുന്നു, ഫ്രാങ്കോ പിതാവിൻ്റെ കാര്യമെടുക്കുന്നു, അത് ആ ഒരു അതിന് അവസരോചിതമായി ആ സന്ദർഭത്തിൽ അത് ഉപയോഗിക്കാം. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ടില്ലാത്ത അവസരങ്ങളിൽ പോലും അത്തരം വിഷയങ്ങൾ അവരെടുത്തിടുന്നു. ഇത് മനഃപൂർവ്വം ഈ ഇപ്പം ഒടുവിൽ നാർക്കോ ജിഹാദിൻ്റെ കേസിൽ പാലാ പിതാവ് ഉന്നയിച്ച ആ ഒരു ആശയത്തെ അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തെ മനഃപൂർവ്വം തമസ്കരിച്ച് മറ്റു തരത്തിൽ ക്രൈസ്തവ സഭയെ അവഹേളിക്കുവാനുള്ള ഒരു ലക്ഷ്യം തന്നെയല്ലേ ഈ മാധ്യമങ്ങൾ നോക്കുന്നത്? ശ്രീ ഫാദർ റോയ് കണ്ണഞ്ചിറ CMA. ഇവിടെ നമ്മുടെ ജോർജ് കുര്യൻ സാറ് സൂചിപ്പിച്ച ആ ഒരു ചിന്തയുടെ തുടർച്ച തന്നെയാണ് ഈ ഒരു ചോദ്യത്തിന്റെയും ഉത്തരമായിട്ട് വരുന്നത്. ഒരു മതവിശ്വാസം അനുസരിച്ച് അതിന്റെ മൂല്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം പൊതുസമൂഹത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിൽ ആ സ്വാധീനം ഇഷ്ടപ്പെടാത്തവർക്ക് ഈ മതസമൂഹത്തെ എതിർക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഇവർ കപട മതവിശ്വാസികളാണ്, ഇവർ പറയുന്ന കാര്യങ്ങൾ ഇവർ ജീവിക്കുന്നില്ല, ഇവർക്ക് വ്യതിചലനം വരുന്നു, ഇവർ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ആശയങ്ങളിൽ മൂല്യങ്ങളിൽ ഇവർക്ക് വ്യതിചലനം വരുന്നു എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതിലൂടെയാണ്. അപ്പൊ ആ രീതിയിൽ ആഗോള സമൂഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക മൂല്യങ്ങളും മാനവിക മൂല്യങ്ങളും അത് ക്രിസ്തു മതത്തിന്റെയാണ്. മറ്റു മതധാരകളുടെ വളരെ ശ്രേഷ്ഠമായ മൂല്യങ്ങൾ ലോക മാനവിക ബോധത്തെ നിർമ്മിക്കുന്നതിൽ നിർണായകമായി പങ്ക് വഹിച്ചിട്ടുമുണ്ട്. ഞാനതിനെ ഒരിക്കലും നിഷേധിച്ചുകൊണ്ട് പറയുകയല്ല. പക്ഷേ ലോകത്തെവിടെയും ഇപ്പോഴാണെങ്കിലും 760 കോടിയോളം വരുന്ന ലോക ജനസംഖ്യയിൽ 238 കോടിയോളം വരുന്ന ക്രൈസ്തവ സമൂഹം
ആ ക്രൈസ്തവ സമൂഹത്തിന്റെ മൂല്യബോധം ലോകത്തെ മുഴുവൻ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അത് കേരളത്തിലും, ഭാരതത്തിലും കേരളത്തിലും അത് പൊതുസമൂഹത്തെ നിർണായകമായ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ മറ്റ് മതവിഭാഗങ്ങളിലുള്ളവർക്ക് അല്ലെങ്കിൽ മറ്റ് ചില സ്ഥാപിത താല്പര്യമുള്ളവർക്ക് ഈ ക്രൈസ്തവ മൂല്യബോധം എന്ന് പറയുന്നത് അപ്രാപ്യമായ ഒന്നാണ് എന്നും ഇത് വെറും ഒരു ആശയം മാത്രമാണ്, പ്രായോഗിക ജീവിതത്തിൽ അനുവർത്തിക്കാൻ പ്രയാസമുള്ളതാണ്, ഇത് പറയുന്നവർക്ക് പോലും ഇത് ചെയ്യാൻ കഴിയുന്നില്ല എന്നും സ്ഥാപിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു ലക്ഷ്യം തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമം പല രീതിയിൽ ജോർജ് വില്യൻ സാറ് പറഞ്ഞതുപോലെ മറ്റ് ചില മതവിഭാഗങ്ങളുടെ അല്ലെങ്കിൽ താല്പര്യക്കാരുടെ തീവ്ര സ്വഭാവമുള്ളവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം, അതിനൊരു വലിയ മാർക്കറ്റിംഗ്, കച്ചവട സാധ്യത ഉണ്ടായിരിക്കുകയാണ്. പൊതുസമൂഹത്തിൽ ആരെയെങ്കിലും, അതും ഉന്നതമായ മൂല്യങ്ങൾ നിലനിർത്തുന്നവരെ അടച്ചാക്ഷേപിച്ച് താറടിക്കുമ്പോൾ കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടാകുന്നു, ചാനലുകൾക്ക്, പത്രങ്ങൾക്ക്, കൂടുതൽ വായനക്കാരുണ്ടാകുന്നു. അപ്പോൾ അത് ഒരു കച്ചവട താല്പര്യമാണ്. അപ്പോൾ അത്തരത്തിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് വാല്യൂ കിട്ടുന്ന രീതിയിൽ ആക്ഷേപിക്കപ്പെടാവുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് ഇന്നിവിടെ ക്രൈസ്തവ സമൂഹമായി മാറിയിരിക്കുകയാണ്. അത് മാധ്യമങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പാണ്. ഇത്തരത്തിൽ കച്ചവടം മാത്രമാണ് ലക്ഷ്യം എന്ന് കരുതുന്ന മാധ്യമങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പാണിത്. ആരെയാണ് വെട്ടേണ്ടത്, ആരെയാണ് ഇവിടെ ബലിയാടാക്കേണ്ടത്, അത് ഓരോ ചർച്ചയിലും അവർ ഓരോരുത്തരെ തീരുമാനിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ അടുത്ത കാലത്ത് കുറച്ചു കാലങ്ങളായി ക്രൈസ്തവ സമൂഹത്തെ വളരെ തന്ത്രപൂർവവും വളരെ പ്രകടമായ നിഗൂഢമായ ലക്ഷ്യത്തോടു കൂടിയും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം ക്രൈസ്തവ സമൂഹത്തെയോ ക്രൈസ്തവ നേതാക്കളെയോ ഏത് തരത്തിൽ എത്ര ആക്ഷേപകരമായി അവതരിപ്പിച്ചാലും അവതരിപ്പിക്കുന്നയാൾക്ക് അവതാരക മുറിയിൽ നിന്ന് 2 കാലിൽ നടന്ന് അയാളുടെ വീട്ടിലെത്താം എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. അതല്ല ഇവിടെ സിഖുകാരെയോ മുസ്ലിങ്ങളെയോ ഒക്കെ ഈ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ അവരുടെ വിശ്വാസത്തെ വികൃതമാക്കുകയോ വികലമാക്കുകയോ ചെയ്തുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് ആർക്ക് ഇവിടെ ഒരു ചർച്ച നടത്താൻ പറ്റും? കേരളത്തിൽ ഈ പറയുന്ന ഈ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന ഈ ഒരു വിഷയം ഈ ദിവസങ്ങളിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിൽ ആർക്കെങ്കിലും മാതൃഭൂമി ചാനലിന് നടത്താൻ പറ്റും? മലയാള മനോരമ ചാനലിന് നടത്താൻ പറ്റും? വേറെ ഏതെങ്കിലും ഒരു ചാനലിന് ഈ പറയുന്ന മതവിഭാഗങ്ങളിലുള്ള നിലനിൽക്കുന്ന പുഴുക്കുത്തുകൾ എടുത്തു വെച്ച് ചർച്ച ചെയ്യാനുള്ള ധൈര്യമുണ്ടോ? ധൈര്യമില്ല. അതല്ല, ഞാനിപ്പോ കഴിഞ്ഞ ദിവസം പിന്നെ ആ ചാനലിന്റെ പേര് പറയുന്നത് കൊണ്ട് ആർക്കും വിഷമമൊന്നും വേണ്ട. മലയാള മനോരമയുടെ ചാനലിൽ നടന്നൊരു ചർച്ച ഞാൻ ശ്രദ്ധിക്കാനിടയായി. അതിൽ അയ്യപ്പദാസ് എന്ന് പറയുന്ന ഒരു അവതാരകൻ, എനിക്ക് തോന്നുന്നു PC ജോർജ് സാറിനോടാണ് തോന്നുന്നു, ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഈ നാർക്കോട്ടിക് ജിഹാദിന് തെളിവുണ്ടോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അബ്ദുള്ള എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അവസരം കൊടുത്തപ്പോൾ അദ്ദേഹം PC ജോർജ് സാർ പറഞ്ഞ ഒരു ഉദാഹരണത്തോട് അദ്ദേഹം പറയുന്നത്, അത് മതപരിവർത്തനം നടത്തുന്നില്ലല്ലോ എന്നാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏത് മയക്കുമരുന്ന് പിടിച്ചു കഴിയുമ്പോൾ മയക്കുമരുന്ന് മതപരിവർത്തനത്തിന് ഉപയോഗിച്ചില്ലല്ലോ എന്നാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആകെ കേരളത്തിൽ ഈ വിഷയം തന്റെ ഇടത്തോടുകൂടി മാർക്കറ്റിംഗ് ലക്ഷ്യങ്ങളില്ലാതെ സത്യമായിട്ട് പറയാൻ വേണ്ടിയുള്ള ആർജവം കാണിച്ചത് കേരളത്തിലെ ഒരൊറ്റ ദിനപത്രമാണ്. അത് ദീപിക ദിനപത്രം മാത്രമാണ്. അപ്പൊ ദീപിക ദിനപത്രത്തിൽ ഇങ്ങനെ വാർത്ത വന്നു. ഉടനെ ഈ ദീപിക പത്രം പൊക്കി പിടിച്ചുകൊണ്ടാണ് പിന്നീട് മാധ്യമ ചർച്ചകൾ മുഴുവൻ. എല്ലാ ചാനലുകളിലും ദീപിക ഇങ്ങനെ പറഞ്ഞു, ദീപിക അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ സംഭവം? ഇവിടെ ഇത് നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞ് പിതാവ് പറഞ്ഞതിൽ എന്താണ് തെറ്റ്? പിതാവ് പറഞ്ഞത് 100% ശരിയാണ്. ഞാനതിനെ 100% പിന്തുണയ്ക്കുന്നു. കാരണം ഇത് ഒരു തീവ്ര നിലപാടുള്ള ഒരു മതസമൂഹത്തിലെ എല്ലാവരുമല്ല, അത് പിതാവ് കൃത്യമായിട്ട് പറഞ്ഞു. ഒരു മൈക്രോ മൈനോരിറ്റി, ഒരു തീവ്ര നിലപാടുള്ള ഒരു മതവിഭാഗത്തിന്റെ വളരെ മൈക്രോ മൈനോരിറ്റി ആയിട്ടുള്ള ഒരു വിഭാഗം, അവര് ഇത്തരത്തിൽ മതപരിവർത്തനത്തിന് വേണ്ടി മതത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ സമൂഹത്തിന് വിഷലിപ്തവും വികൃതവുമായ നടപടികൾ എടുക്കുന്നു, മറ്റ് മതവിശ്വാസികളെ ആക്രമിക്കുന്നു, മറ്റ് മതവിശ്വാസികളെ വശീകരിച്ച് സ്വാധീനിക്കുന്നു. അപ്പൊ ഇത് നടക്കുന്ന കാര്യമാണ്. ഇവിടെ ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഈ കേരളത്തിൽ നടക്കുന്നുണ്ട്.
അതുകൊണ്ടാണല്ലോ ദീപിക പത്രം ചോദിച്ചത്, മുഖ്യമന്ത്രി എവിടെയാണ്? താങ്കൾക്ക് ഇത്രയും ഉപദേശകരുണ്ടായിട്ട് എന്തുകൊണ്ട് താങ്കൾക്ക് ഇത് മാത്രം കാണാൻ പറ്റുന്നില്ല? എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന് അത് കേട്ട ഉടനെ തന്നെ പ്രതിപക്ഷ നേതാവിന് ബാലപിതാവിനെ വിമർശിക്കുക തന്നെ വേണമെന്ന് തീരുമാനമെടുക്കേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് നേതാവിനെ കൊണ്ട് അശ്ലീലം പറയിപ്പിച്ചത്? അങ്ങനെ അശ്ലീലം പറയിപ്പിച്ച ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന് എന്ത് നടപടിയാണ് അവരെതിരെ എടുത്തത്? ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം ഈ ക്രൈസ്തവ സമൂഹത്തെ ആക്ഷേപിക്കുകയാണെങ്കിൽ മറ്റു പലരെയും പ്രീണിപ്പിക്കാൻ പറ്റും. ചിലരെ ചവിട്ടുകയാണെങ്കിൽ ചിലരുടെ തലോടൽ കിട്ടും. ഇത് സാമാന്യ ബോധമുള്ള മലയാളിക്ക് മനസ്സിലാകുന്നുണ്ട്, ക്രൈസ്തവ സമൂഹത്തിൽ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് മാധ്യമങ്ങളുടെ ഈ ഒരു കച്ചവട നാടകം ഇത് ഇന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് കൃത്യമായിട്ട് മനസ്സിലാകുന്നു. ആരൊക്കെ ഏതൊക്കെ വാർത്തയാണ് മുക്കുന്നത്, ആരൊക്കെ ഏതൊക്കെ വാർത്തകളാണ് കള്ളമായിട്ട് വികൃതമായിട്ട് അവതരിപ്പിക്കുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അതിന് വ്യൂവേഴ്സ് കൂടുതലുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ നവമാധ്യമ കച്ചവട ശൈലിയിൽ കൂടുതൽ വ്യൂവേഴ്സ് കിട്ടിയാൽ കൂടുതൽ പണം കിട്ടുമായിരിക്കാം, അല്ലെങ്കിൽ പത്രത്തിലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വായനക്കാരെ കിട്ടുമായിരിക്കാം. അപ്പോൾ അസത്യത്തിനും അശ്ലീലത്തിനും അസഭ്യത്തിനും വികൃതമായ സത്യത്തിന്റെ അവതരണത്തിനുമൊക്കെ കാഴ്ചക്കാർ കൂടുതൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ആ രീതിയിൽ സത്യസന്ധമായ വാർത്തകളുടെ സത്യം മറച്ചു വെച്ച് കള്ളം അവതരിപ്പിക്കുന്നത് കൊണ്ടാണ്. ഇത് മനസ്സിലാക്കുന്നവരാണ് കേരളത്തിലെ ക്രൈസ്തവരും പൊതുസമൂഹത്തെ സ്നേഹിക്കുന്ന മതേതര സമൂഹത്തെ സ്നേഹിക്കുന്ന എല്ലാ മതവിശ്വാസികളും. വ്യക്തമാണ് ഫാദർ റോയ് കണ്ണഞ്ചിറ. മാധ്യമ മേഖലയിലെ ഒരു അപജയത്തെക്കുറിച്ചാണ് ഫാദർ റോയ് കണ്ണഞ്ചിറ CMI സംസാരിച്ചത്. ശ്രീ VC സെബാസ്റ്റ്യൻ, നമുക്കറിയാം ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ പ്രൊഫഷണലായിട്ടുള്ള ഒരു കുറ്റവാളി ആദ്യം ചെയ്യുന്നത് ആ കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള അന്വേഷണം തന്നിലേക്ക് എത്തിച്ചേരാതിരിക്കാനുള്ള എല്ലാ നടപടികളും ആ ഒരു കുറ്റവാളി പ്ലാൻ ചെയ്യും. ഈ നേരത്തെ ഫാദർ റോയ് കണ്ണഞ്ചിറ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ വളരെ കാലങ്ങളായി നടമാടിക്കൊണ്ടിരിക്കുന്ന മാരകമായ ഒരു നാർക്കോട്ടിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭീകരാവസ്ഥയെക്കുറിച്ച് ചങ്കൂറ്റത്തോടു കൂടി പാലാപിതാവ് സൂചിപ്പിച്ചപ്പോൾ ആ ഒരു പ്രസ്താവനയുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളിലേക്ക് മാധ്യമങ്ങളുടെയോ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെയോ ശ്രദ്ധ പോവാതെ മറ്റ് ലക്ഷ്യങ്ങളിലേക്ക് ആ ചർച്ച വഴിതിരിച്ചു വിടുന്നു. ഇതിൻ്റെ പിന്നിൽ നാർക്കോട്ടിക്സിൻ്റെ പിന്നാമ്പുറങ്ങളെക്കുറിച്ച് പൊതുസമൂഹം അറിയരുത് അല്ലെങ്കിൽ ഭരണകൂടം അറിയരുത് എന്ന് വാശി പിടിക്കുന്നവരുടെ ഒരു പിടിവാശി തന്നെയല്ലേ ശ്രീ VC സെബാസ്റ്റ്യൻ? പ്രിയപ്പെട്ട ജോർജ് സൂചിപ്പിച്ച ആ ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറയുന്നതിന് മുമ്പ് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് കൂടി ഒന്ന് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ വിഷയം തന്നെ നമ്മൾ ഷെക്കേന ചാനൽ എടുക്കുന്നതിന്റെ പശ്ചാത്തലം എന്താണ്? അഭിമന്യ കല്ലറങ്ങാട്ട് പിതാവിന്റെ പ്രവാചക ദൗത്യത്തിൽ ഊന്നി നടത്തിയ വലിയ ഒരു നിലപാടാണത്. അതറിയണമെങ്കിൽ ഒരു ചെറിയ പിന്നാമ്പുറത്തിലേക്ക് പോകേണ്ടതുണ്ട്. അതായത് നാസി ഈ പട്ടാളത്തിന്റെ കീഴിൽ ജീവിതം തീർത്ത മാർട്ടിൻ നെയ്വൽ പറഞ്ഞ വാക്കുകൾ നമ്മളൊന്ന് കേൾക്കേണ്ടതാണ്. ആദ്യം അവർ സോഷ്യലിസ്റ്റുകളെ തേടി വന്നു. ഞാൻ ശബ്ദിച്ചില്ല, ഞാനൊരു സോഷ്യലിസ്റ്റ് അല്ലായിരുന്നു കാരണം. പിന്നീട് അവർ ട്രേഡ് യൂണിയനുകളെ തേടി വന്നു. ഞാനൊരു ട്രേഡ് യൂണിയൻ മെമ്പർ അല്ലായിരുന്നത് കൊണ്ട് ഞാൻ നിശബ്ദനായിട്ട് മാറിയാണ് ഉണ്ടായത്. പിന്നീട് അവർ ജഹൂദരെ തേടി വന്നു. ഞാൻ ശബ്ദിച്ചില്ല കാരണം ഞാനൊരു ജഹൂദൻ അല്ലായിരുന്നു. ഒടുവിൽ അവർ എന്നെ തേടി വന്നു. അപ്പോൾ എനിക്ക് ശബ്ദിക്കുവാൻ സാധിക്കുന്നില്ല, എനിക്ക് വേണ്ടി ശബ്ദിക്കുവാനും ആരുമില്ലാത്തൊരവസ്ഥ. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് കേരളത്തിന്റെ മണ്ണിലേക്ക് ഭീകര പ്രസ്ഥാനങ്ങളുടെ അജണ്ടകൾ ഒരിക്കലും നടപ്പിലാക്കുവാൻ അനുവദിക്കില്ല എന്നുള്ളൊരു മുന്നറിയിപ്പാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പാലായിൽ നിന്ന് ആരംഭിച്ച് കേരളത്തിലും ഇന്ത്യയിലും ലോകമെങ്ങും ഈ സന്ദേശം ഇപ്പൊ എത്തിയിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ എന്തൊക്കെയാണ് അഭിമന്യ പിതാവ് പറഞ്ഞ കാര്യങ്ങളിൽ തെളിവ് എന്നുള്ളതാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത്. പലരുമല്ല ചോദിക്കുന്നത്, ചില ചാനലുകളാണ് പ്രധാനമായിട്ട് ഇത് ഉന്നയിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇത്രമാത്രം ഇതിനെ ഭയപ്പെടുന്നത് എന്നുള്ളതാണ് എനിക്കിപ്പോഴും മനസ്സിലാകാത്തത്. സത്യം പറഞ്ഞപ്പോഴേ അത് ഭയപ്പെടുന്നവരാണ് ഈ സത്യത്തെ ഒരു വിവാദമാക്കി മാറ്റുന്നത് എന്നുള്ളതാണ് സ്പഷ്ടമായ യാഥാർത്ഥ്യം. ഇനി ജോർജ് പറഞ്ഞ ചില തെളിവുകളിലേക്ക് കൂടി ഞാൻ കടക്കാം.
മയക്കുമരുന്ന് ഇടപാടുകള് ഇന്ത്യയിലെ ഏറ്റവും കൂടുതലുള്ളത് പഞ്ചാബും കേരളത്തിലുമാണ്. ഇതിന് പ്രത്യേകം തെളിവുകളുടെ ഒന്നുമില്ല. സർക്കാരിന്റെ തന്നെ കണക്കുകളും കേസുകളും മാത്രം നോക്കിയാൽ മതി. രണ്ടാമത്, നമ്മൾ എന്തിനാ ഇതെല്ലാം പഞ്ചാബിലേക്ക് പോകുന്നത്? കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ തന്നെ വ്യക്തമായ തെളിവുകൾ നമുക്ക് നൽകിയിട്ടില്ലേ? അതായത് ഭീകര പ്രസ്ഥാനങ്ങളും അവരോട് ബന്ധപ്പെട്ടുള്ള മതതീവ്ര പ്രസ്ഥാനങ്ങളും കേരളത്തിന്റെ മണ്ണിൽ വേരൂന്നിയിരിക്കുന്നത് വിളിച്ചു പറഞ്ഞത് കേരളീയരെയും സാക്ഷര കേരളത്തെ അറിയിച്ചത് വേറെ ആരുമല്ല, ശ്രീ അച്യുതാനന്ദനാണ്. അതിന്റെ ഡോക്യുമെന്റ് ഒരുപക്ഷെ ഷെക്കീന ടിവിയിൽ ഉണ്ടെങ്കിൽ അതൊന്ന് ഇടയ്ക്ക് കാണിക്കുന്നത് നല്ലതാണ്. ജനം അറിയണം. ഇതിൽ പരം ഒരു മുഖ്യമന്ത്രി പറയുന്നതിൽ പരം തെളിവുകൾ വേറെ എന്താണുള്ളത്? രണ്ട്, കേരളത്തിലെ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ട് എന്നും ഭീകര പ്രസ്ഥാനങ്ങളുടെ താവളമായിട്ട് കേരളം മാറുന്നുവെന്നും സൂചിപ്പിച്ചിരിക്കുന്നത് കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണ്. എന്തുകൊണ്ടാണ് അവർക്ക് നടപടിയെടുക്കാൻ സാധിക്കാതെ വന്നിട്ടുള്ളത്? അവര് രാഷ്ട്രീയ പാർട്ടികളുടെ ബന്ധിതരായിട്ട് മാറി അധപ്പതിച്ചു എന്നുള്ളത് വലിയൊരു ഭീകരാവസ്ഥയിലേക്കാണ് നമ്മുടെ നാടിനെ തള്ളിവിടുന്നത്. തെളിവുകള് പോലീസ് ഭാഗത്തൊന്നുമുണ്ട്. മൂന്നാമത്, നമ്മൾ കാണുന്നില്ലേ, മതം മാറി മറ്റൊരു മതത്തിലേക്ക് പോയി അവസാനം ചാവേറുകളായിട്ട് മാറിയ പെൺകുട്ടികളുടെ, കേരളത്തിലെ പെൺകുട്ടികളുടെ ചിത്രം നമ്മൾ കാണുന്നില്ലേ? അവരുടെ കഥകള് വെറും കഥകളായിട്ട് കാണുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറാൻ പാടില്ല. അത് തന്നെ ഇതിന്റെ തെളിവുകളല്ലേ? ജൗലിഖാദുകളുടെ പേരില് കണ്ണീര് കുടിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുള്ള ഒരു ഭൂമിയാണ് കേരളം എന്നുള്ളത് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്ന കേസുകളെ കുറിച്ച് അന്വേഷിച്ചാൽ അറിയാം. ഞാൻ പഴയ കേസുകളൊന്നും പോകുന്നില്ല. ഇത് കൃത്യമായ ഡോക്യുമെന്റ് കേരള ഗവൺമെന്റ് സൈറ്റിൽ നമുക്ക് കിട്ടുന്നതാണ്. കേസസ് ഇൻ കേരള അണ്ടർ സെവറൽ സെക്ഷൻസ് ഓഫ് നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ജനുവരി തൊട്ട് സെപ്റ്റംബർ മാസം 11-ാം തീയതി വരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 140-ൽ പരം കേസുകളുടെ ലിസ്റ്റാണ് ഇത്. ഈ ചാനലിൽ പുറത്തു കൊണ്ടുവരണം. ഇതിൽ പരം തെളിവുകൾ എങ്ങനെയാ? തെളിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മയക്കുമരുന്നിന്റെയും മാഫിയ സംഘങ്ങളുടെയും ആ രീതിയിലുള്ള മാഫിയ സംഘങ്ങളുടെയും കേസുകളാണ് ഇതിനകത്ത് പറയുന്നത്. ഇതാണ് ഏറ്റവും വലിയ തെളിവ്. പക്ഷെ ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ ഈ തെളിവുകളെല്ലാം തുമ്പുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. ഇതിന്റെ ഭാരതത്തിലെ അന്വേഷണം എവിടം വരെയായി എന്നുള്ളത് ഒരു ജനവിഭാഗത്തിനും ഇപ്പോൾ അറിയില്ല. ഇതിന്റെ അടിവേരുകൾ എവിടെ പോയി നിൽക്കുന്നു എന്നതിനെ കുറിച്ച് ആരും അന്വേഷിക്കുന്നില്ല. അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് ചെന്നെത്തുന്നത് ആഗോള ഭീകര പ്രസ്ഥാനങ്ങളിലേക്കും സംഘടനകളിലേക്കും ആണ് എന്നുള്ളതിന്റെ തെളിവുകള് വി.സി. സെബാസ്റ്റ്യൻ പറയുന്നതല്ല. UN തന്നെ 2020 ജൂലൈ മാസത്തിൽ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വ്യക്തമായിട്ടത് പറയുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്നും അതിന്റെ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതൊന്നും തെളിവുകളായിട്ട് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ ഭീകര പ്രസ്ഥാനങ്ങളുടെ സ്വാധീനം കേരളത്തിന്റെ മണ്ണിലുള്ളതിന് വേറൊരു തെളിവ് പറയാം. 30% ജനസംഖ്യ ഉയർന്നാൽ ഈ നാട്ട് നമ്മൾ ഭരിക്കുമെന്ന് പറഞ്ഞത് കേരളത്തിന് പുറത്തുനിന്ന് ആളൊന്നുമല്ല, കേരളത്തിലെ അകത്ത് തന്നെയുള്ള ആൾക്കാരാണ്. 10 വർഷം കൊണ്ട് ഈ രാജ്യത്തെ മറ്റൊരു മത രാജ്യമായിട്ട് മാറ്റുമെന്ന് പറഞ്ഞതും മറ്റാരുമല്ല. കോഴിക്കോട്ട് ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തിയ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചത് നാർക്കോ ഈ ജിഹാദിന്റെ ഭാഗമായിട്ട് ആണ് എന്നുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നാർക്കോട്ടിക് ജിഹാദിന്റെ ഭാഗമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാണാതെ പോകുന്ന പെൺകുട്ടികളെ കുറിച്ച്, സ്ത്രീകളെ കുറിച്ചുള്ള കണക്കുകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. കേരളത്തിലെ സാക്ഷര സമൂഹമാണെന്ന് നമ്മൾ വാശിയോടെ വാദിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷങ്ങളിൽ കേരളത്തിൽ നിന്ന് കാണാതായി പോയിരിക്കുന്ന കുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം കേരള സർക്കാർ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന്റെ കാരണങ്ങൾ കൂടി പറയുന്നുണ്ട്. 2016 1524 സ്ത്രീകൾ കുട്ടികൾ, 2017 1568 കുട്ടികൾ,
2018 1991 കുട്ടികൾ. ഇതാണ് കുട്ടികളുടെ കണക്കെങ്കിൽ 2016 4926 സ്ത്രീകൾ, 2017 6076 സ്ത്രീകൾ, 2018 7839 സ്ത്രീകൾ. അങ്ങ് സൂചിപ്പിച്ചത് മിസ്സിംഗ് കേസുകളുടെ എണ്ണമാണ് അങ്ങ് സൂചിപ്പിക്കുന്നത്. മിസ്സിംഗ് കേസുകളുടെ എണ്ണത്തിന്റെ ഒരു പശ്ചാത്തലം ഭീകര പ്രസ്ഥാനങ്ങളിലേക്കുള്ള മൂവ്മെന്റ്, ഭീകരവാദികളുടെ അജണ്ടകളായിട്ട് കേരള മണ്ണിലെ സ്ത്രീകളും കുട്ടികളും മാറുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നതിന്റെ ഒരു വഴിയാണ് മയക്കുമരുന്നുകള്, ഒരു പീഡനങ്ങള്, ഒട്ടേറെ സംഭവങ്ങൾ നമ്മൾ ഓരോ ദിവസവും പത്രത്തിലൂടെ വായിച്ചിട്ടും തെളിവില്ല എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും ദുഃഖകരമായ അവസ്ഥയെന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. ശ്രീ വി സി സെബാസ്റ്റ്യൻ, അങ്ങ് ചൂണ്ടിക്കാണിച്ച ഈ തെളിവുകളുടെ ഒരു ആഴത്തിലേക്ക് അന്വേഷണം പോകാതിരിക്കുവാനാണോ ഈ പാലാ പിതാവിൻ്റെ ഈ പ്രസ്താവനയുമായിട്ടുള്ള ബന്ധപ്പെട്ട ചർച്ചകൾ വഴിതിരിച്ചുവിടുന്നത്? ശ്രീ വി സി സെബാസ്റ്റ്യൻ. ജോജി, അത് സംശയമില്ലാത്ത കാര്യമാണ്. പിതാവ് വളരെ വ്യക്തമായിട്ട് ഇക്കാര്യം സൂചിപ്പിച്ചു കഴിഞ്ഞത് ഒരു ദിവസത്തെ പ്രത്യേകമായ ഒരു ചിന്തയുടെ പശ്ചാത്തലത്തിലല്ല. ക്രൈസ്തവ സമൂഹത്തിനിടയിൽ തന്നെ കഴിഞ്ഞ മാസങ്ങളായിട്ട്, എത്രയോ നാളുകളായിട്ട് ഇതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനങ്ങൾ ഞങ്ങൾ നടത്തിയിരിക്കുന്നു. അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ സ്വന്തം സമൂഹത്തിലെ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല പൊതുസമൂഹത്തിനും ഉപകരിക്കേണ്ട, നോക്കിക്കാണേണ്ട വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചാണ് അഭിമന്യ പിതാവ് അക്കമിട്ട് വളരെ സ്ഫുടമായിട്ട് വ്യക്തമായിട്ടും പറഞ്ഞത്. ഈ കൂട്ടത്തിൽ ഞാൻ കൂട്ടിച്ചേർക്കട്ടെ ജോജി, കഴിഞ്ഞ 3 മാസത്തിനിടയില് 4000 കോടി രൂപയിലേറെ വരുന്ന ലഹരി മരുന്നുകളാണ് കൊച്ചിയിൽ നിന്ന് മാത്രമായിട്ട് കണ്ടെടുത്തത് എന്നുള്ളത്, പിടിക്കപ്പെട്ടത് എന്നുള്ളത് നമ്മൾ പത്രദ്വാര വായിച്ചിട്ടുള്ള കാര്യമല്ലേ? ഇത് പ്രധാനമായിട്ട് MDMA എന്ന ഉൽപ്പന്നമാണ്, ഒരു രാസ ലഹരി മരുന്നാണ് കണ്ടെടുത്തത്. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം ഏതാ? അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനിൽ ഉൽപ്പാദിപ്പിച്ച ഈ ഉൽപ്പന്നം, ഈ ലഹരി മരുന്ന് വിറ്റഴിക്കുന്ന ഒരു മേഖലയായിട്ട് കേരളം മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞത് നമ്മളാരും അല്ലല്ലോ. ഇത് കണ്ടുപിടിച്ച കസ്റ്റംസുകാർ തന്നെ വ്യക്തമായിട്ട് ഇത് പറഞ്ഞിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിലെ ഈ ഉൽപ്പന്നം എങ്ങനെ കേരളത്തിന്റെ മാർക്കറ്റിലേക്ക് വന്നു? ആരാണ് ഇതിന്റെ പിന്നിലുള്ളത്? അതിനെക്കുറിച്ച് വ്യക്തമാക്കേണ്ടത് ഭരണത്തിലിരിക്കുന്നവരാണ്. അവരിവിടെ അന്ധത നടിക്കുകയാണ്. അന്ധത നടിക്കേണ്ട കാരണം അവരാർക്കോ വേണ്ടിയോ പ്രധാനപ്പെട്ട കേരളത്തിലെ ചില രാഷ്ട്രീയ പാർട്ടികൾ അടിമപ്പണി നടത്തുന്നു എന്നുള്ളതാണ് വാസ്തവം. ഫാദർ റോയ് കണ്ണഞ്ചിറ, നേരത്തെ അങ്ങ് ഇടപെട്ടിരുന്നു ശ്രീ വി സി സെബാസ്റ്റ്യൻ സംസാരിക്കുമ്പോൾ. അങ്ങേക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനെങ്കിൽ പറഞ്ഞോളൂ. ഇവിടെ ശ്രീ വി സി സെബാസ്റ്റ്യൻ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. കേരളത്തിൽ സ്ലീപ്പർ സെല്ലുകളുണ്ട് എന്ന് DGP പറഞ്ഞിട്ട് അന്വേഷണം എവിടെ വരെയായി എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ടായി. പക്ഷെ ഈ പറയുന്ന DGPക്ക് അത് അന്വേഷിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ? അദ്ദേഹം റിട്ടയർ ചെയ്യുന്നതിന്റെ യാത്രാവന്ദനം നൽകുന്ന സമ്മേളനത്തിലാണ് ഇത് അദ്ദേഹത്തിന് പറയാനുള്ള ധൈര്യമുള്ളൂ. ഒരു ദിവസം മുമ്പ് ഇത് പറയാൻ പറ്റില്ല. ഇവിടെ സ്ലീപ്പിംഗ് സെല്ലുകൾ, ഇത് ആരോടാണ് അദ്ദേഹം പറയുന്നത്? ഞാൻ ആലോചിക്കുകയാണ്, ഈ കേരളത്തിലെ ഉന്നത അധികാരികൾ, പൊതുസമൂഹത്തിന്റെ സമാധാനം സംരക്ഷിക്കേണ്ട ഉന്നത അധികാരികൾ ആരെയാണ് ഭയപ്പെടുന്നത്? റോയിച്ച, അതാ ഞാൻ പറഞ്ഞത്. കേരളത്തിലെ ഉദ്യോഗസ്ഥരെ പോലും കൂച്ചുവിലങ്ങിടുന്ന ഒരു ബദൽ സാമാന്തര സർക്കാർ ഈ മണ്ണിൽ ഇന്ന് രൂപപ്പെട്ടു വന്നിരിക്കുന്നു എന്നുള്ളതല്ല എന്റെ സത്യം. ഇവിടെ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് ഉണ്ടായി. എത്ര പത്രങ്ങൾ അത്, എത്ര ചാനലുകൾ അത് ചർച്ച നടത്തി. ഇവിടെ നമ്മുടെ പിതാവ് ഒരു സത്യം തുറന്നു പറഞ്ഞതിന്റെ തെറ്റായ വ്യാഖ്യാനങ്ങൾക്ക് വേണ്ടി എത്ര മണിക്കൂറുകൾ ഈ പറയുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾ കേരളത്തിൽ ചെലവാക്കി. ഓക്കെ, ഞാൻ തിരിച്ചു വരാം. ഫാദർ റോയ് കണ്ണഞ്ചിറ CMA. ശ്രീ ജോർജ് കുര്യൻ, മാധ്യമങ്ങൾ ഈ പ്രസ്താവനയുമായിട്ട് ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം, ചർച്ചകളിലൊക്കെ ഉയരുന്ന ഒരു ആരോപണം, BJP ഈ വിഷയത്തെ കലുഷിതമാക്കുവാൻ ശ്രമിക്കുന്നു എന്നാണ്. അതിനെ കുറിച്ചുള്ള താങ്കളുടെ മറുപടി എന്താണ് ശ്രീ ജോർജ് കുര്യൻ? അല്ല, അത് മാത്രമല്ല അവർ ചോദിക്കുന്നത്, ഈ മയക്കുമരുന്നില് പ്രതികളായിട്ടുള്ളവര് എല്ലാ മതവിഭാഗത്തിലും ഉണ്ട്. അതിന്റെ ലിസ്റ്റ് അവർ കാണിക്കാം.
എന്നാണ് BJP-യോട് ചോദിക്കുന്ന ഒരു ചോദ്യം. അതിന് ഇന്നലെ എന്നോട് ചോദിച്ചിരുന്നു. ഞാൻ ചർച്ചയിലല്ല, വേറൊരു പത്രക്കാരനോട് കണ്ട അവസരത്തിൽ ചോദിച്ചു. അപ്പൊ ഞാൻ അതിന് പറഞ്ഞ മറുപടി, മയക്കുമരുന്ന് പലവിധ നിയമവിരുദ്ധ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. കൊളംബിയയിൽ അത് രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു, ലോകത്താദ്യമായി. അതുപോലെ തന്നെ പെൺവാണിഭത്തിന് വേണ്ടി ലോകത്താകമാനം, അതായത് പാവപ്പെട്ട പെൺപിള്ളേരെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവരിൽ മയക്കുമരുന്ന് കൊടുത്തിട്ട് അവരെ വേശ്യയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. തീവ്രവാദ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ തീവ്രവാദ പ്രവർത്തനം, ഈ ധൈര്യമില്ലാത്ത ചെറുപ്പക്കാരെ ഇത് കുത്തിവെച്ചിട്ട് അവനെ കൊണ്ട് ബോംബ് പൊട്ടിച്ച് ഒരു ആൾ ബോംബായിട്ട് മാറുന്നു. തീവ്രവാദ പ്രവർത്തനത്തിന് ഫണ്ടിങ്ങിന് വേണ്ടി ഇപ്പൊ പറഞ്ഞല്ലോ, ഈ അഫ്ഗാനിസ്ഥാൻ എല്ലാ തീവ്രവാദ പ്രസ്ഥാനങ്ങളും, ലോകത്തിലെ മാവോയിസ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ തീവ്രവാദ പ്രസ്ഥാനങ്ങളും അവരുടെ ഫണ്ട് കണ്ടെത്തുന്നത് മയക്കുമരുന്നിലൂടെയാണ്. അപ്പൊ അങ്ങനെ ഈ രീതിയിൽ ഈ ജിഹാദിന്റെ കാര്യത്തിൽ പെൺവാണിഭത്തിന്റെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് ഈ ജിഹാദിന് വേണ്ടി ഇവിടെ പറഞ്ഞല്ലോ, കോഴിക്കോട്ടെ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞു. ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതിന് ശേഷം 1 മാസം ആ ചെറുപ്പക്കാരൻ വളരെ സ്വതന്ത്രനായിട്ട് നടക്കുകയായിരുന്നു. പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഹോസ്റ്റലിൽ കയറി ആക്രമിച്ചു. അതിന്റെ CCTV ഫുട്ടേജ് ഉൾപ്പെടെയാണ് ഞാൻ വൈസ് ചെയർമാനായിരുന്നപ്പോൾ എനിക്ക് അയച്ചത്. അപ്പോഴ് ഞാനത് ഇവിടുത്തെ DGP-ക്ക് 24 മണിക്കൂറിനുള്ളിൽ അയാളെ അറസ്റ്റ് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. വളരെ അപൂർവമായിട്ട് ഉപയോഗിക്കുന്ന ഒരു അധികാരമാണ്. ഞങ്ങളുടെ വകുപ്പിലൊരു സെക്ഷനുണ്ട് 9D എന്ന് പറഞ്ഞു. അതും ഇന്ത്യയുടെ ഭരണഘടനയും സുപ്രീം കോടതിയുടെ വിധികളും എങ്ങനെയാണ് സ്ത്രീയുടെ മാനം രക്ഷിക്കേണ്ടത്, ജീവൻ രക്ഷിക്കേണ്ടത്, അടിയന്തരമായിട്ട് നടപടിയെടുക്കേണ്ടത്. അങ്ങനെ അയച്ച അവസരത്തിലാണ് 24 മണിക്കൂറിനുള്ളിൽ ആ ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്തത്. ഇപ്പൊ ഈ രീതിയിൽ ഇപ്പം അനേക ഉദാഹരണം എനിക്ക് പറയാൻ സാധിക്കും. കേരളത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടി ബാംഗ്ലൂരിലേക്ക് പോയി. അത് മൈനോറിറ്റി കമ്മീഷൻ അത് അന്വേഷിച്ച അവസരത്തിൽ അവിടെ ഒരു മുസ്ലിം തീവ്രവാദികളുടെ കേന്ദ്രത്തിൽ നിന്നാണ് പെൺകുട്ടിയെ കിട്ടിയത്. ആ ചെറുപ്പക്കാരൻ പൂർണ്ണമായിട്ടും മയക്കുമരുന്നിന് അടിമയായിരുന്നു. വേറൊന്ന് ദുബൈയിലേക്ക് കൊണ്ടുപോയത്, അത് കൊണ്ടുപോയത് മലയാളി തന്നെയാണ്, തിരുവനന്തപുരത്തുള്ള ഒരാളാണ്. ഫേസ്ബുക്കിൽ കൂടെ മാത്രം കണ്ട് 19 വയസ്സുള്ള പെൺകുട്ടിയെ കൊണ്ടുപോയത്. അപ്പൊ ഇതെല്ലാം തന്നെ, ഇതിന്റെ എല്ലാം പിന്നില് ഈ തീവ്രവാദത്തിന്റെ കണ്ണികളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, സ്വർഗം, മതവിശ്വാസം, ഇതെല്ലാം കൂടെ കൂട്ടിക്കലർത്തിക്കൊണ്ടുള്ള ഒരു ഭീകരവാദമാണ്. ഇത് ഏതെങ്കിലും ഒരു മതം എന്നുള്ള രീതിയിലല്ല. ഇവര് പരിവർത്തനം നടത്തുന്നത് ഒരു ഇസ്ലാം മതത്തിലേക്കല്ല, ഭീകരവാദത്തിലേക്കാണ്. കാരണം ഞാൻ വൈസ് ചെയർമാനായിരുന്ന അവസരത്തിൽ എന്നെ മുസ്ലിം സ്ത്രീകൾ വിളിച്ചിട്ടുണ്ട്, അമ്മമാര്. അവര് പറഞ്ഞു, ഞങ്ങളുടെ കുട്ടികൾ ഇപ്പൊ പണ്ടൊക്കെ പ്രേമവിവാഹം ഉണ്ടാകുമായിരുന്നു, അപ്പൊ അതൊന്നും ഭയമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അപൂർവമായിട്ടുണ്ടാകും, അവർ ജീവിക്കും. ഇപ്പൊ എൻ്റെ മക്കള്, ഞങ്ങളുടെ മക്കള് മറ്റൊരു മതസ്ഥയായിട്ടുള്ള പെൺകുട്ടിയെ പ്രേമിക്കുന്നു എന്ന് അറിയുമ്പോൾ ആദിയാണ്. കാരണം എൻ്റെ മക്കളുടെ പിന്നില് ഭീകരവാദികൾ ഉണ്ടാകും, മയക്കുമരുന്നുണ്ടാകും. നാളെ ഒരിക്കൽ അവർ സിറിയയിലേക്ക് പോകും, ഞങ്ങളോട് പറയാതെ പോകും. പിന്നെ ഒരിക്കൽ അവൻ മരിച്ചുവെന്നായിരിക്കും അറിയുന്നത്. അപ്പൊ അങ്ങനെ ഇതൊരു ഭീകരവാദത്തിലേക്കുള്ള ആസൂത്രിതമായിട്ടുള്ള പരിവർത്തനമാണ്. അത് റിക്രൂട്ട്മെന്റ് ആണിത്, അല്ലാതെ മറ്റൊന്നുമല്ല. ഈ ഭീകരവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുകയാണ്. ഇന്ത്യക്കെതിരായിട്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ, ഇന്ത്യയുടെ ഐക്യത്തെ തകർക്കുന്ന, നമുക്കറിയാം, ഒരു 10 വർഷം മുമ്പ് ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലും ബോംബുകൾ പൊട്ടിയിരുന്നു. ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. ഡൽഹിയിലും മദ്രാസിലും ബോംബെയിലും ഒക്കെ. അത് ഇതേ തീവ്രവാദികളാണ്, രാജ്യത്തിന്റെ ശത്രുക്കളാണ്. അവിടെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒരേ രീതിയിൽ, ഈ രീതിയിൽ അവർ മതപരിവർത്തനം നടത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇതേ തീവ്രവാദത്തിലൂടെ, ഇതേ മയക്കുമരുന്നിലൂടെ. ഹിന്ദുക്കൾ കുറച്ചുകൂടി ചെറുത്തുനിൽപ്പ് ആദ്യം തുടങ്ങിയത് കൊണ്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ടാകാം. ക്രിസ്ത്യൻസ് ഒരു സോഫ്റ്റ് ടാർഗറ്റ് ആണ് എന്ന ഒരു വിശ്വാസം. കാരണം ഒരു അസമാധാനത്തിന്റെ ഒരു അന്തരീക്ഷത്തില്
വളരാനുള്ള മാനസികാവസ്ഥയല്ല, ജീവിക്കാനുള്ള മാനസികാവസ്ഥയല്ല ക്രിസ്തു വിശ്വാസം. കാരണം ക്രിസ്തു തന്നെ അതിന്റെ ഉദാഹരണങ്ങൾ പറഞ്ഞതാണ്. വാളെടുക്കരുത്. അതും അതേ ക്രിസ്തുവിനെ തന്നെ, യേശുവിനെ തന്നെ രക്ഷിക്കാൻ വേണ്ടി ശിഷ്യൻ ശ്രമിച്ച അവസരത്തിലല്ലേ അത് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് സമാധാന അന്തരീക്ഷത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ക്രിസ്ത്യാനികള് പടപൊരുതാൻ പോകില്ല, അല്ലെങ്കിൽ ചെറുത്തു നിൽക്കാൻ പോകില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു ഈ തീവ്രവാദികൾക്ക്. അതുകൊണ്ടാണ് കൂടുതലായിട്ട് ക്രിസ്ത്യൻസിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് അവര് ആ രീതിയിൽ അതിന്റെ സിംബലുകളെ ഇപ്പൊ കുരിശിന്റെ മുകളിൽ കയറിയിരുന്നിട്ട് ആക്ഷേപിക്കുക. മുമ്പ് സിനിമയുടെ കാര്യം പറഞ്ഞതുപോലെ എന്ത് ചെയ്താലും എതിർക്കില്ല എന്നൊരു തോന്നല്. അവിടെയാണ് ഇപ്പോൾ പിതാവിനോടുള്ള വിരോധം. ജയിച്ചു നിൽക്കുന്ന അവസരത്തിൽ അന്താരാഷ്ട്ര തലത്തില് താലിബാൻ ജയിച്ചു എന്നാണ് അവർ പറയുന്നത്. അധികാരത്തിലേറുന്ന അവസരത്തിൽ തന്നെ ആ ഔദ്ധ്യത്തിന്റെ തലമണ്ടക്കിട്ട് ബൗദ്ധികമായിട്ട് പിതാവ് അടിക്കുകയാണ് ചെയ്തത്. അത് ആ പരിപാടി ഇവിടെ വേണ്ട. അതാണ് അവരെ ചൊടിപ്പിച്ചത്. മാത്രമല്ല മാധ്യമങ്ങളെയും ചൊടിപ്പിച്ചത് അതാണ്. ഈ അവിടുത്തെ ഈ താലിബാന്റെ ഭീകരവാദികളുടെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ചില ഗുണങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാൻ അവർ ആരംഭിക്കുന്ന അവസരത്തിലാണ്. കാരണം അങ്ങനെയാണല്ലോ മാധ്യമങ്ങളുടെ രീതി, അതാണല്ലോ. ഇവിടെ ചിലർ അതിനെ പിന്തുണയ്ക്കുന്നു, അവരെ പിണക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് വരുന്ന അവസരത്തില് ആ ഭീകരവാദികളെ ബൗദ്ധികമായിട്ട് നേരിടുന്ന ഒരു പിതാവ്, അത് മാധ്യമങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. അവരെന്നും ഒഴുക്കിനനുസരിച്ച് പോകാനും പണം സമ്പാദിക്കാനും റേറ്റിംഗ് ഉണ്ടാക്കാനും അതിന്റെ പേരിൽ പേരുണ്ടാക്കാനുമാണ് അവർ ശ്രമിക്കുന്നത്. അപ്പൊ അവര് പറയുന്നത് ഇത് സംഘികളാണ് ഇതിന്റെ പിന്നിൽ എന്നാണ് അവർ പറയുന്നത്. അതിന്റെ ഉദ്ദേശം എന്താണ്? സംഘികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകീർത്തിപ്പെടുത്താൻ സാധിക്കും എന്നാണ് അവര് വിശ്വസിച്ചത്. സംഘികൾ എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനിയെ വിളിച്ചാൽ അവര് അതിനെ അത് അപകീർത്തിപ്പെടുത്താൻ സാധിക്കുക പിന്മാറും. പക്ഷെ ചില ആൾക്കാർ ഞങ്ങള് ക്രിസംഖികളാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നപ്പോൾ കൂടുതൽ അവർ രോഷാകുലരായി. അവര് പറയുന്നത് ഇത് ഭാരതത്തിന്റെ സംസ്കാരമാണ്, ഇവിടെ ജനങ്ങൾ ഒരുമിച്ച് നിൽക്കും. ഈ വിദേശത്തൊരു സ്ഥലത്തേക്ക് വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി ഇവിടുത്തെ പാവപ്പെട്ട പെൺകുട്ടികളെയും ആൺകുട്ടികളെയും റിക്രൂട്ട് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അത് ഭാരതത്തിന്റെ അഭിമാനത്തെ, തങ്ങളുടെ വിശ്വാസത്തെ അത് ബാധിക്കുന്നതാണ് എന്ന് ബോധ്യപ്പെട്ടിരുന്ന ജനത, ക്രിസ്ത്യൻ ജനത, ഇതെല്ലാം കണ്ട് സഹികെട്ട ജനത. അപ്പോഴാണ് പിതാവ് ഈ പ്രസ്താവനയുമായിട്ട് വരുന്നത്, ആത്മവിശ്വാസം കൊടുക്കുന്നത്. അവിടെ ഈ BJP-യുടെ ആരും തന്നെ പിതാവ് പറയുന്ന അവസരത്തിൽ പിതാവിനോട് പറയുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പിതാവ് സ്വന്തം ഇടവകയില് കുറവടങ്ങാട് പള്ളിയില്, ഞാൻ എല്ലാ മാസവും പോകുന്നതാണ്, അവിടുത്തെ അച്ഛനും ഒക്കെ അറിയാം. ഞാൻ ചെറുപ്പം 8ാം ക്ലാസ് തൊട്ട് പോകുന്ന ഒരു പള്ളിയാണ് അവിടെ എണ്ണ ഒഴിക്കാൻ വേണ്ടി. അവിടെ സംസാരിക്കുന്ന അവസരത്തിൽ 8 നോയമ്പിന്റെ പ്രസക്തി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, 8 നോയമ്പിന്റെ സന്ദേശം കൊടുക്കുന്ന അവസരത്തിൽ ആ 8 നോയമ്പിന്റെ പരിശുദ്ധി അത് ലംഘിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ നശിപ്പിക്കാൻ വേണ്ടി ചിലർ ചെയ്യുന്നുണ്ട്. അത് തിയോളജിയാണ്. അപ്പോ ഇതെല്ലാവരെയും ചുടിപ്പിക്കുന്നുണ്ട്. കാരണം ആ തിയോളജിയുടെ അടിസ്ഥാനത്തില്, രാഷ്ട്രതന്ത്രത്തിന്റെ അടിസ്ഥാനത്തില്, ഭൗതികതയുടെ അടിസ്ഥാനത്തില്, ഭാരതീയ സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തില് അവരെ എതിർക്കുന്നു. അത് ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. കാരണം അവരെപ്പോഴും ഇന്ന് അവർ മാനസികമായിട്ട് അടിമപ്പെട്ടിരിക്കുന്നത് ഈ ജിഹാദി തീവ്രവാദത്തിനാണ്. ആ ജിഹാദി തീവ്രവാദത്തിലെ ചില ബുദ്ധിജീവികളുണ്ട്. ബുദ്ധിയാണോ എന്ന് എനിക്കറിയത്തില്ല, വികല ബുദ്ധിയായിരിക്കാം, വിദ്യാഭ്യാസമുള്ളവര്. അവർ ചില തിയറികളുമായിട്ട് വരുന്നു. അതാണ് മതേതരത്വം എന്നാണ് അവർ പറയുന്നത്. അതായത് ഒരു ജനതയുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നു, അതിനെ എതിർത്താൽ അത് മതേതരത്വത്തിനെതിരാണ്. ഞങ്ങളെല്ലാം എന്തും ചെയ്യും. എവിടെ തെളിവ് ധാരാളമുണ്ട്. അനേകം തെളിവുകൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട്
ഈ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ ചൂണ്ടിക്കാണിച്ച ഈ കാര്യങ്ങളുടെ എല്ലാ കാര്യത്തിലും BJPക്ക് യോജിക്കാൻ സാധിക്കും. അത് രാഷ്ട്രീയമായിട്ടുള്ള ആശയത്തിന്റെ അടിസ്ഥാനത്തിലല്ലത്. ഞാൻ മുമ്പേ പറഞ്ഞ തിയോളജി, അതായത് വിശ്വാസം ആർക്കും എന്തും വിശ്വസിക്കാമെന്നുള്ളതാണ്. ചാർവാകനെ പോലും വിശ്വസിക്കാം. ഞാൻ തിരിച്ചു വരാം. ഫാദർ റോയ് കണ്ണഞ്ചിറ സി, നമ്മൾ ചർച്ചയുടെ ഒരു ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചു, ഈ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന പല ചർച്ചകളും, ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പല ചർച്ചകളും വഴിതിരിച്ചുവിടുന്നു. അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു കാഴ്ചയാണ്, സ്ഥിരമായി ക്രൈസ്തവ സഭയ്ക്കെതിരെ അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക നിലപാടുകൾക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന വ്യക്തികളെ, ക്രൈസ്തവ നാമധാരികളെ ഇത്തരം ചർച്ചകളിൽ അവർ വിളിച്ചിരുത്തുന്നു. അതുപോലെ തന്നെ ചില ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ നടത്തുന്ന പ്രസ്താവനകളിലെ ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ അത് വ്യാഖ്യാനിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഫാദർ റോയ് കണ്ണഞ്ചിറ സി. ഈ ചർച്ച നടത്തുന്നവർക്ക് മുമ്പ് ജോർജ് കുര്യൻ സാർ സൂചിപ്പിച്ചതുപോലെ അവരുടെ ഡയറക്ടേഴ്സിന്റെയും ആ ഡയറക്ടേഴ്സിനെ ഡയറക്റ്റ് ചെയ്യുന്ന മുതലാളിമാരുടെയും സാമ്പത്തിക താല്പര്യം സംരക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ചർച്ചയ്ക്ക് ഒരു എരിവും പുളിയും ഒക്കെ ഉണ്ടാകണമെങ്കിൽ നിലനിൽക്കുന്ന സംവിധാനത്തോട് വിഘടിച്ചു നിൽക്കുന്ന അതേ സംവിധാനത്തിലെ ഭാഗമായിരുന്ന ചിലരെ വിളിച്ചു ചേർത്താൽ കൂടുതൽ ഒരു തീവ്ര സ്വഭാവം ചർച്ചയ്ക്ക് ലഭിക്കും എന്നതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു? ഇവര് തന്നെ സഭയുടെ വക്താക്കളെ നിയമിക്കുക. ഇപ്പോൾ ഇവിടെ ഓരോ ചാനലുകളിലും കത്തോലിക്ക സഭയെ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് വരുന്നവരെ കണ്ടു കഴിഞ്ഞാൽ അവരെ അയച്ചത് ആരാണ്? അവരെ അയച്ചത് ആരുമല്ല, അവരെ വിളിച്ചതാണ്. നിങ്ങളാണ് ഈ ചർച്ചയിൽ ക്രൈസ്തവ സഭയെ പ്രതിനിധീകരിച്ച് ഞങ്ങൾ വിളിക്കുന്നവർ. അപ്പോൾ നിങ്ങൾ പറയേണ്ടത് ഞങ്ങൾ പറയുന്നതാണ്, ഇതാണ്. അപ്പോൾ ചാനലുകാരൻ അങ്ങോട്ട് പറഞ്ഞ് ഇന്നത് പറയണം എന്ന് പറഞ്ഞ് പറയിപ്പിക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞുകൊള്ളാം, ക്രൈസ്തവ സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞ് ഇരുന്ന് സംസാരിക്കുന്നവരിൽ പലരും ക്രൈസ്തവ സഭയുടെ വക്താക്കളല്ല, കത്തോലിക്ക സഭയുടെ വക്താക്കളല്ല. കത്തോലിക്ക സഭയ്ക്ക് വ്യക്തമായ സഭ നിയമിച്ചിട്ടുള്ള വക്താക്കളുണ്ട്. അവര് സഭയുടെ കാഴ്ചപ്പാട് പറയും, അത് ഏത് ചാനലിലും അവര് പറയും, പക്ഷെ അവരെ വിളിക്കില്ല. അതിനു പകരം സഭയുടെ മുഖ്യധാരയിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുള്ളവർ അവരെ വിളിക്കുകയാണ്. അവർക്ക് ന്യൂസ് വാല്യൂ ഉണ്ട്, ഒരു നെഗറ്റീവ് ന്യൂസ് വാല്യൂ ആണ്. അങ്ങനെ നെഗറ്റീവ് ന്യൂസ് വാല്യൂ ഉള്ളവരെ തെരഞ്ഞെടുത്ത് ചാനലുകളിൽ കൊണ്ടുപോയി ഇരുത്തി ഇതാണ് ക്രൈസ്തവ സഭയുടെ ഇപ്പോഴത്തെ മുഖം എന്ന് കാണിക്കുക എന്നത് മുമ്പ് സൂചിപ്പിച്ച രീതിയിലുള്ള ഒരു കച്ചവട താല്പര്യത്തിന്റെ ഫലമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോ സിസ്റ്റേഴ്സിനെ പ്രതിനിധീകരിച്ച് ആരെയാണ് വിളിക്കുന്നത്? ഇവിടെ 10,000-കണക്കിന് സമർപ്പിതർ, എത്രയോ ആദർശ ശുദ്ധിയോടുകൂടി സന്യാസം ജീവിക്കുന്ന ഒരു നാടാണ് ഈ ഭാരതവും കേരളവും. അതിൽ ക്രൈസ്തവ സന്യാസ സമൂഹത്തിലെ 10,000-കണക്കിന് സമർപ്പിതർ, 99% സമർപ്പിതർ. അവർ വിശുദ്ധിയോടുകൂടി ഈ ഒരു വിശ്വാസ ജീവിതവും അവരുടെ വ്രതജീവിതവും സമർപ്പിത ജീവിതവും നാനാജാതി മതസ്ഥരായ മനുഷ്യർക്ക് വേണ്ടി തരംതിരിവില്ലാതെ സമർപ്പണം ചെയ്യുകയാണ്. അത്തരത്തിൽ ശുദ്ധിയോടുകൂടി ജീവിക്കുന്ന ഒരു സമർപ്പിതയെ അവർ വിളിക്കില്ല. അതിനു പകരം സന്യാസത്തെ വികലമാക്കുവാൻ വേണ്ടി സന്യാസ വസ്ത്രം ധരിച്ചുകൊണ്ട് ഈ സന്യാസ ജീവിതത്തിന്റെ ചിട്ടയിൽ നിന്ന് സ്വയം പൊട്ടിച്ചു മാറ്റി, സ്വയം അടർത്തി മാറ്റി നിന്നുകൊണ്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ നിന്ന് ഞാൻ സമർപ്പിതയാണ്, അതേസമയം ഞാൻ ഈ സിസ്റ്റത്തിന്റെ ഭാഗമല്ല എന്ന് പറയുന്ന വിരൂപമായ ചില മുഖങ്ങളെ അവർ അവതരിപ്പിക്കുകയാണ് ആദർശം എന്നുള്ള രീതി. അപ്പോൾ ഈ കാഴ്ചക്കാർക്ക് അതിന് കേൾക്കാനായിട്ട് സുഖമുണ്ട്. ഈ നുണ പറയുന്നതിന്റെ, ഈ അസത്യം പറയുന്നതിന്റെ ഒരു സുഖമുണ്ട് കേൾക്കാനായിട്ട്. അത് മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് ഉപയോഗിക്കുകയാണ്. അതിന് കച്ചവട സാധ്യതയുണ്ട്. അതല്ലാതെ കൃത്യമായ രീതിയിൽ സമർപ്പണ ജീവിതം നയിക്കുന്ന ഒരു സന്യാസിനിയെ വിളിച്ചിരുത്തി സംസാരിച്ചാൽ ആരാണ്ട് കേൾക്കാനായിട്ട്? അവര് പറയുന്ന സത്യം കേൾക്കാനായിട്ട് കേരളത്തിൽ ഏത് പൊതുസമൂഹത്തിനാണ് താല്പര്യം? അപ്പോൾ ഈ വികൃതമായതിന് എടുത്ത് മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു തുറിച്ചുനോട്ടമുണ്ട് പൊതുസമൂഹത്തിന്റെ. അതിനെ മാർക്കറ്റ് ചെയ്യുക, അത് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള മാർക്കറ്റിംഗ് തന്ത്രം തന്നെയാണ്. അത് ഈ കച്ചവടം മാത്രം ഈ മാധ്യമ ലക്ഷ്യമാക്കി മാറ്റുന്ന ഈ മാധ്യമങ്ങൾക്ക് അല്ലാതെ നിലനിൽപ്പില്ല. അല്ലാതെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അല്ലാതെ ഈ പറഞ്ഞ മുതലാളിമാർക്ക് വരുമാനം ഉണ്ടാവില്ല, 4 തുട്ട് കിട്ടുകയില്ല.
അപ്പൊ അതിന് എന്ത് മാർഗവും സ്വീകരിക്കാം. അതിന് തിരിച്ചു കടിക്കുകയില്ലാത്ത ഏത് പാമ്പിനെയും എടുത്ത് എളിയിൽ വെക്കാം. അതവര് ചെയ്യും. അതിന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ക്രൈസ്തവ സമൂഹത്തിന് യാതൊരു പരാതിയുമില്ല. കാരണം എല്ലാവർക്കും അറിയാം, അത്തരത്തിലുള്ള ആൾക്കാരിലൂടെ പുറത്തേക്ക് വിസർജിക്കപ്പെടുന്നത് ക്രൈസ്തവ സമൂഹത്തിന്റെ യഥാർത്ഥ സത്തയല്ല. അവർ പരിശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോയ, അവർ നേടാൻ നോക്കിയിട്ട് കിട്ടാതെ പോയ ചില മുന്തിരിങ്ങയുടെ പുളിപ്പുകൾ, അത് അസാധ്യമാണ് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർ നടത്തുന്ന പരിശ്രമങ്ങളെ മഹത്വവൽക്കരിക്കുന്ന ചാനലുകളും മാധ്യമങ്ങളും പൊതുസമൂഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇതാണ് ചെയ്യുന്നത്, ഞങ്ങളുടെ ലക്ഷ്യം ഇതാണ്, ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള വികൃതമായ സ്വരൂപങ്ങളെ മുഖ്യധാരയിൽ ഞങ്ങളുടെ മേശപ്പുറത്തിരുത്തി കേരളത്തിന്റെ പൊതുസമൂഹത്തോട് സംസാരിപ്പിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് ഞങ്ങളുടെ കച്ചവട തന്ത്രമാണ് എന്ന് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ ഞങ്ങൾക്ക് ക്രൈസ്തവ സമൂഹത്തിന് ഒരു പരാതിയുമില്ല. അവരങ്ങനെ ചെയ്തുകൊള്ളട്ടെ. ഇപ്പോൾ ഷെക്കൈന ചാനൽ ഈ സത്യം തുറന്നു പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ടല്ലോ. ദീപിക ദിനപത്രം ഈ സത്യം തുറന്നു പറയാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. അതിന് വായനക്കാർ കുറവായിരിക്കാം, അല്ലെങ്കിൽ ശ്രോതാക്കൾ കുറവായിരിക്കാം. ഈ പറയുന്ന പോലെ ഒരു പ്രേക്ഷകരുടെ ഒരു വല്ലാത്ത ബൂമിങ്, റേറ്റിംഗ് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഹൈക്ക് ചെയ്യുന്നുണ്ടാവില്ലായിരിക്കാം. പക്ഷേ സത്യമാണ്. ഉള്ളതുപോലെ പറയും, കള്ളമില്ലാതെ. ഉള്ളതുപോലെ തന്നെ പറയും. ശ്രീ ഫാദർ ഉയ്ക്കണ്ണഞ്ചിറ സീമ വളരെ പ്രസക്തമായ ആശയമാണ്. അതിന് കേൾവിക്കാർ കുറവാണെങ്കിലും സത്യമല്ലാതെ ആകുന്നില്ല. ഓക്കെ, വ്യക്തമാണ്. ശ്രീ വി സി സെബാസ്റ്റ്യൻ, അങ്ങ് ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ പറഞ്ഞപ്പോൾ സൂചിപ്പിച്ച ഒരു കാര്യം, പലപ്പോഴും കേരളത്തിൽ നടക്കുന്ന ഈ ലഹരി വേട്ടയിൽ കിലോ കണക്കിന് കഞ്ചാവ് അല്ലെങ്കിൽ മയക്കുമരുന്ന് പിടികൂടുന്നു. പലപ്പോഴും അതിൻ്റെ ഒരു അന്വേഷണം അതിൻ്റെ ക്യാരിയേഴ്സിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നു. കാരണം അതിൻ്റെ ഒരു മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് പിടിക്കപ്പെടുന്നത്. അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക്, അതിൻ്റെ ആഴങ്ങളിലേക്ക് എന്തുകൊണ്ട് പലപ്പോഴും നമ്മുടെ നിയമ സംവിധാനങ്ങളും ഭരണകൂടവും അന്വേഷിക്കുന്നില്ല? ശ്രീ വി സി സെബാസ്റ്റ്യൻ. ഞാൻ ആ ചോദിച്ച കാര്യത്തിലേക്ക് വരുന്ന മുമ്പ് റോയി അച്ഛൻ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്തൊരു കാര്യം പറയാം. പറഞ്ഞോളൂ. നമ്മൾ അന്വേഷിച്ചറിയേണ്ടതും പഠിക്കേണ്ടതുമായ ഒരു കാര്യമുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ചാനലുകൾ, കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ ഈ ചാനലുകളുടെ ഷെയർസ്, ഓഹരികൾ ഇന്ന് ആരുടെ കൈകളിലാണ് എന്നുള്ളത് ഒന്ന് അന്വേഷിച്ചറിയുന്നത് നല്ലതാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, പല ചാനലുകളുടെയും ചർച്ചകളിൽ വന്ന് അവതാരകൻ അവസരോചിതമായിട്ട് മാറ്റുന്ന നിലപാടുകൾ എത്രമാത്രം വിചിത്രമാണെന്നുള്ളത്. ഞാൻ അത് അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ജോജി ചോദിച്ച കാര്യങ്ങൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതിനോട് തന്നെ ചേർത്ത് പറയട്ടെ. മയക്കുമരുന്നിന്റെ ഉൾപ്പെടെ, മയക്കുമരുന്ന് കൂടാതെ സ്വർണ്ണക്കടത്ത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ജനത ആഫ്രിക്കയിലെ സിയറ ലിയോൺ എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ച് അറിഞ്ഞത് ഈ അടുത്ത കാലങ്ങളിലല്ലേ. ഇന്ത്യയിലേക്ക് ആഫ്രിക്കയിലെ വ്യവസായമായി മാറിയിരിക്കുന്ന സ്വർണ്ണഖനികള് അവിടെ നിന്ന് സ്വാധീന ശക്തികളും ബിസിനസ് സംഘങ്ങളും മാഫിയകളും ഒക്കെ ചേർന്ന് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്ക് അസംസ്കൃത സ്വർണം കൊണ്ടുവന്ന് ആ സ്വർണം ശുദ്ധീകരിച്ചതിന് ശേഷം കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് വൻതോതിൽ സ്വർണ്ണക്കടത്ത് നടത്തുന്നു. ഇത് ആർക്കു വേണ്ടിയാണ് നടത്തുന്നത്? ഇത് വൻ കടത്തുകള് ഉദ്യോഗസ്ഥര് പിടികൂടിയിട്ടുണ്ട് എങ്കിലും, വ്യക്തമായ തെളിവുകൾ ഉണ്ടെങ്കിലും ഒരു നടപടികളും എത്തിച്ചേർന്നതായിട്ട് നമ്മൾ ആരും കേട്ടിട്ടില്ല. ഇതൊരു ഭാഗം. മറ്റൊരു വലിയ ഒരു കാര്യമുള്ളത്, ഒരു ഖേത്രയോ ഓപ്പറേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തില്. അത് നമ്മൾ അറിഞ്ഞിരിക്കുന്നതാണ്. ഈ ഭീകര പ്രവർത്തനങ്ങളും നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും ഒക്കെ പരസ്പര പൂരകങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. ഖേത്രയോ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കാശ്മീര്, കാബൂള്, കേരളം. കാശ്മീരിലെ ഏതാണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ കൊണ്ട് ഒന്ന് ഒതുങ്ങിയിരിക്കുകയാണ്. പക്ഷെ കാശ്മീരിൽ നിന്നുള്ളവര് ഒരു കാലത്ത് അവിടുത്തെ ഏറ്റവും വലിയ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞിരുന്ന പണ്ഡിറ്റ് വിഭാഗങ്ങളുടെ കേന്ദ്രങ്ങളായിരുന്നു. അവര് നല്ലൊരു ശതമാനം പലായനം ചെയ്യപ്പെട്ടു. കാശ്മീർ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇടപെട്ട് ഒന്ന് ഒതുങ്ങി നിൽക്കുമ്പോഴാണ് അത് കാബൂളിൽ മറ്റൊരു രീതിയിലേക്ക് വന്നത്. അത് വേറെ രൂപത്തിൽ കേരളത്തിലേക്ക് വന്നിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, മയക്കുമരുന്നിൽ നിന്ന് ഈ സംസ്ഥാനം, ഈ കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു സംസ്ഥാനം വെടിമരുന്നിലേക്ക് പോകുന്ന അവസ്ഥ ഒരിക്കലും നമ്മൾക്ക് ഉണ്ടാക്കാൻ പാടില്ല.
മയക്കുമരുന്നുകൾ ഉണ്ടായിരുന്ന ആ രാജ്യങ്ങളിൽ അവസാനം പരസ്പരം തോക്കെടുത്ത് വെടിവെക്കുന്ന സാഹചര്യത്തിലേക്ക് ഭീകര പ്രസ്ഥാനങ്ങൾ വളർന്ന അവസ്ഥയിലേക്ക് സാക്ഷര സമൂഹം, ദൈവത്തിന്റെ സ്വന്തം നാട് യാതൊരു കാരണവശാലും അധപ്പതിക്കുവാൻ പാടില്ല എന്നുള്ളതിന്റെ മുന്നറിയിപ്പാണ് അഭിമന്യ കല്ലറിങ്ങാട്ട പിതാവ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞത്. അതൊരു വശം. മറ്റൊരു കാര്യം കൂടി ഇക്കാര്യത്തിൽ സൂചിപ്പിക്കാതെ നിവൃത്തിയില്ല. അത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചാണ്. അടുത്ത ഒരു വലിയ പ്രശ്നം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് പടർന്നു കയറിക്കൊണ്ടിരിക്കുന്ന തീവ്രവാദ അജണ്ടകൾ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ യുവജനങ്ങളെയാണ് എന്നുള്ളതും നമ്മൾ മറക്കരുത്. ഒട്ടേറെ തെളിവുകള് അത് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിലെ ഒരിക്കലുമില്ലാത്ത ഒരു മാറ്റമാണ് ഈ കോവിഡ് കാലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പലർക്കും അത് അറിയില്ല. കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴില് ഈ പ്രാവശ്യം വിദേശത്തു നിന്നുള്ള കുട്ടികൾ 24,044 ആപ്ലിക്കേഷൻസ് ആണ് വിദേശത്തു നിന്ന് കേരളത്തിൽ പഠിക്കാൻ വേണ്ടി. അത് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകൾക്കും പിന്നെ മറ്റ് റിസർച്ചിനുമായിട്ട് വന്നിരിക്കുന്ന ആപ്ലിക്കേഷൻസ് യൂണിവേഴ്സിറ്റി തന്നെ പുറത്തു വിട്ടിരിക്കുന്ന കടലാസാണ്. ഇത്രമാത്രം ബൂമിങ് ഒരിടത്തും ഒരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. ഇവർ വരുന്ന സ്ഥലങ്ങൾ ഏതാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇറാൻ, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഈ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ പഠിക്കാനായിട്ട് കേരളത്തിലേക്ക് വന്നു കഴിയുമ്പോഴേ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ സംശയത്തോടെ കാണേണ്ടിയിരിക്കുന്നില്ലേ? നമ്മൾ ഇവിടെ സ്വീകരിച്ച് ആനയിച്ച് അംഗീകരിക്കുന്ന കുടിയേറ്റ തൊഴിലാളികളുണ്ട്. ലോകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കുടിയേറ്റ തൊഴിലാളികളെ അതിഥി തൊഴിലാളികൾ എന്ന് പേരിൽ അറിയപ്പെടുന്നത്? ശരിക്കും ഇവർ എവിടെ നിന്നാണെന്നുള്ളതിനെ കുറിച്ച് കേരള സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ വ്യക്തമായിട്ട് പറയാൻ സാധിക്കുമോ? ശ്രീ വി.സി. സെബാസ്റ്റ്യൻ, അങ്ങ് പ്രസക്തമായ കാര്യങ്ങളാണ് പറയുന്നത്. എങ്കിൽ പോലും സമയത്തിൻ്റെ പരിമിതി മൂലം ഞാൻ ഇടപെടുകയാണ്. കേരളത്തിൻ്റെ നന്മയെ കരുതി, കേരളത്തിൻ്റെ എല്ലാ സമുദായങ്ങളുടെയും നന്മയെ കരുതി മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളെ വഴിതിരിച്ചുവിട്ടത് ആരാണ്, അവരുടെ ലക്ഷ്യം എന്താണ് എന്നത് വിശദമായി നാം ചർച്ച ചെയ്തു. തീവ്രവാദത്തിനെതിരെ ശബ്ദിക്കുന്നവരെ, നിശബ്ദമാക്കുവാൻ ശ്രമിക്കുന്നവരോട് ഒരു വാക്ക്: തീവ്രവാദത്തിൻ്റെ ഭീകരമുഖം നട്ടലോടെ നിർഭയം തുറന്നു കാട്ടുക തന്നെ ചെയ്യും. ഈ ചർച്ചയിൽ വളരെ ക്രിയാത്മകമായി പങ്കെടുത്ത ശ്രീ ജോർജ് കുര്യൻ, അഡ്വക്കേറ്റ് വി.സി. സെബാസ്റ്റ്യൻ, ഫാദർ റോയ് കണ്ണഞ്ചിറ CMI, 3 പേർക്കും നന്ദി.